പി കൃഷ്ണ നമ്മുടെ അതിഥികൾ തുടരുന്നു, പാനൽ തുടരുന്നു. പി കൃഷ്ണദാസ്, ഇവിടെ ദിവസം ഇത്രയായി ഇത്ര ഗുരുതരാരോപണങ്ങൾ ഉണ്ടാകുന്നു. ADGPക്കെതിരെ പഞ്ചസാര പാലമുട്ടായി മട്ടിൽ BJP നേതാക്കൾ പറയുന്നതല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. BJPക്ക് എന്താണ് അംഗത്വം ചേർക്കേണ്ട തിരക്കാണ്. അത് കാരണം നിങ്ങൾക്ക് ഈ വിഷയത്തിൽ സമരരംഗത്തേക്ക് ഇറങ്ങാൻ സമയമില്ല. യുവമോർച്ച എന്ന് പറയുന്ന നിങ്ങളുടെ യുവജന പ്രസ്ഥാനമുണ്ട്, അതിന് ഈ വിഷയത്തിൽ ഒരു പ്രതികരണവുമില്ല. BJP നേതാക്കളെ സന്ദീപ് വാര്യരൊക്കെ എല്ലാ വിഷയത്തിലും ഘോരഘോരം ഫേസ്ബുക്കിലൊക്കെ ആഞ്ഞടിക്കുന്ന സന്ദീപ് വാര്യരൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് നോക്കുമ്പോൾ കമാന്നൊരു അക്ഷരമില്ല, എവിടെയുമില്ല. എന്തുകൊണ്ടാണ് ഈ വിഷയത്തോട് നിങ്ങൾക്ക് ഇത്ര പരിപക്വമായ സമീപനം? അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്. നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം എന്താണ്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി CPMൻ്റെ ഒരു സഹയാത്രികനായ MLA അദ്ദേഹം ഉയർത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ആ വിഷയങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ചാനലിൽ ഒരു ചർച്ചയുമില്ലല്ലോ. ADGP RSS നേതാവിനെ കണ്ടു എന്ന് പറഞ്ഞാണ് ചർച്ച. എന്താ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം? ഇടതുപക്ഷത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, പ്രത്യേകിച്ച് CPMനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചില ചർച്ചകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന നീക്കങ്ങളും, അതിനെ സംബന്ധിച്ചല്ലേ ശ്രീമാൻ PV അൻവർ സൂചിപ്പിച്ചത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചയില്ല എന്ന് മാത്രമല്ല, ആ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ മാധ്യമങ്ങളടക്കമുള്ള ആളുകൾ ഇപ്പോൾ എന്താണ് ഒരു അലംഭാവം കാണിക്കുന്നത്? എന്ത് സാങ്കത്യമാണ് 2023 ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരാളെ കണ്ടു എന്നുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ചർച്ചയുടെ അടിസ്ഥാനം? BJP നേതാക്കന്മാർ എന്തിനാണ് അതിൽ പ്രതികരിക്കേണ്ടത്? ഈ രാജ്യത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ആരെയും കാണാൻ പാടില്ല എന്നാണോ? ഈ സംസ്ഥാനത്തെ മുഴുവൻ ആളുകളിൽ ഏതൊരാളെ കാണുന്നതിന് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ, വിലക്കുണ്ടോ? കാണുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായിട്ടുള്ള നടപടി കൊണ്ടോ? RSSൻ്റെ നേതാവിനെ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവർത്തകനെ, ഏതെങ്കിലും ഒരാളെ, ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കണ്ടു എന്നുള്ളത് ഈ രാജ്യത്ത് ചർച്ചയാകേണ്ട വിഷയമാണോ? അപ്പോൾ തലയിൽ മുണ്ടിട്ട് പോയി കാണുന്നത് എന്തിനാണ്? ADGPക്ക് അദ്ദേഹത്തിന്റെ സ്വന്തം വാഹനത്തിൽ ദത്താത്രേയ ഹോസാബലയും റാം മാധവനെയും പോയി കാണാൻ പേടി എന്തിനാണ്? വാഹനം മാറ്റിയിട്ട് വേറെ വണ്ടിയിൽ പോകുന്നത് എന്തിനാണ്? RSSന്റെ ഉത്തരമേഖല പ്രാന്ത കാര്യവാഹം അങ്ങനെ കൂടിക്കാഴ്ച ഉണ്ടായിട്ടില്ലെന്ന് ആദ്യം പറയുന്നത് എന്തിനാണ്? BJP സംസ്ഥാന അധ്യക്ഷൻ അത് പറഞ്ഞ് VD സതീഷ് തലയ്ക്കോളമാണ്, തെളിവ് കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് എന്തിനാണ്? നിങ്ങളിത് ആദ്യം മൂടിവെക്കാൻ നോക്കിയത് എന്തിനാണെന്നേ കൃഷ്ണദാസ്? ഇത്ര നിർമ്മലമാണ് ആ സന്ദർശനമെങ്കിൽ. ഹാഷ്മി, നിങ്ങൾ ഇപ്പോഴാണിത് അറിയുന്നത്, അതല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവാണ് ഇപ്പോഴാണിത് അറിയുന്നത് ഇങ്ങനെ ഒരാൾ കണ്ടു എന്നുള്ളത്? അത് നേരം വൈകിപ്പോയതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? നിങ്ങൾക്ക് അന്ന് വിവരം കിട്ടിയില്ല, അല്ലെങ്കിൽ അന്ന് നിങ്ങൾക്ക് ആ കാര്യങ്ങളെ സംബന്ധിച്ച് അറിയില്ലായിരുന്നു, അതിൻ്റെ അർത്ഥം അത് മൂടി വെച്ചു എന്നാണോ? പ്രതിപക്ഷ നേതാവ് ഇപ്പോഴത്തെ കാര്യം പറയുന്നത് RSSന്റെ ഉത്തരമേഖല പ്രാന്ത കാര്യവാഹക് ഇപ്പോഴത്തെ കാര്യം പറയുന്നേ. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ് അത് സ്ഥിരീകരിക്കപ്പെടുന്നതിന് മുമ്പ് അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഇല്ല എന്ന് പറയുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ ആദ്യ പ്രതികരണം കൂടിക്കാഴ്ച ഇല്ല, സതീഷിന്റെ തലയ്ക്കോളവാ, തെളിവ് കൊണ്ടുപോവാ. അത് ഈ വിവരം പുറത്തു വന്നതിന് ശേഷമാണ്. നിങ്ങളത് മറച്ചു വെക്കാൻ നോക്കിയത് എന്തിനാണെന്നേ ശ്രീകൃഷ്ണദാസ്? ഹാഷ്മി, അതിലെന്താ മറച്ചു വെക്കാനുള്ളത്? ഏതൊരാൾക്കും വ്യക്തിപരമായി ഏതൊരാളെയും കാണാനുള്ള അവകാശമുള്ള നാടല്ലേ നമ്മുടെ നാട്. അങ്ങനെ ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു അവകാശമില്ല എന്ന് പ്രത്യേകമായിട്ടുണ്ടോ? കേരളത്തിൽ ആ ഒരു യുക്തി കൊള്ളാം. അതായത് ആർക്കും ആരെയും കാണാൻ അവകാശമുള്ള ഒരു നാടാണ് നമ്മുടേത്. അപ്പോൾ താങ്കൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ അനാവശ്യ വിവാദം? ഇപ്പോൾ ഭരണപക്ഷത്തെ MLA ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങളുണ്ടല്ലോ, അതിലേക്ക് മാധ്യമങ്ങളുടെ ശ്രദ്ധ പോകുന്നില്ല, ഇതാണല്ലോ താങ്കളുടെ ഒരു വിമർശനം. അങ്ങനെയാണെങ്കിൽ ഈ വിവാദം വളരെ എളുപ്പത്തിൽ BJPക്കോ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾക്കോ അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ, നിങ്ങൾ മനസ്സിരുത്തിയാൽ. കാരണം നിങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ, ADGP RSS നേതാവിനെ കണ്ടത് അദ്ദേഹത്തിന്റെ സ്വകാര്യ സന്ദർശനമായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അത് ഔദ്യോഗിക സന്ദർശനമായിരുന്നു, അതിനൊരു പൊളിറ്റിക്കൽ ലക്ഷ്യമില്ലായിരുന്നു എന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മതിയല്ലോ. അത് നിങ്ങൾ പറയുന്നുമില്ല. മാത്രമല്ല, എന്തിനാണ് നിങ്ങൾ അതിന് മറുപടി പറയേണ്ടത് എന്ന് വെച്ചാൽ, അവിടെ ഉണ്ടായ ഒരു ഒത്തുതീർപ്പിന്റെ ഭാഗമായിട്ടാണ് തൃശ്ശൂരിൽ നിന്ന് ഒരു MP നിങ്ങൾക്ക് കിട്ടിയത് എന്ന രാഷ്ട്രീയ ആക്ഷേപം, വിമർശനം നിങ്ങൾ നേരിടുകയാണ്. അപ്പോൾ ഈ വിവാദം BJPക്കും ഡാമേജ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് അവസാനിപ്പിക്കാമായിരുന്നു. പറഞ്ഞാൽ മതി എന്തിനായിരുന്നു RSS നേതാക്കളെ കണ്ടതെന്ന്. അത് BJP പറയുന്നില്ലല്ലോ. ശ്രീ ഗോപികൃഷ്ണൻ, ഇടതുപക്ഷത്തിൻ്റെ വേവലാതി നമുക്ക് മനസ്സിലാകും. അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യാം. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ വിഷയം ഉന്നയിക്കുമ്പോൾ അദ്ദേഹം പ്രതാപനെ മാറ്റിയതിനെക്കുറിച്ച് എന്താ പറയാത്തത്? BJP പറഞ്ഞതുകൊണ്ടാണോ പ്രതാപനെ മാറ്റി മുരളീധരനെ മത്സരിപ്പിച്ചത് തൃശ്ശൂരിൽ? സുരേഷ് ഗോപിക്ക് വോട്ട് കിട്ടിയിട്ടുള്ളത് പൂരം കലങ്ങിയതിന് ശേഷമുള്ള വോട്ടുകളാണോ? പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകൾ മാത്രമാണോ BJPക്ക് വോട്ട് ചെയ്തിട്ടുള്ളത്? BJPയുടെ ഭൂരിപക്ഷം എത്രയാണ് ഇവിടെ?
കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് അവിടെ കിട്ടിയിട്ടുള്ള വോട്ടുകൾ എത്രയാണ്? അദ്ദേഹം ഏത് സ്ഥാനത്തേക്കാണ് പോയത്? അപ്പോൾ 2023 ഒരാൾ മറ്റൊരാളെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ വിവാദം ഉണ്ടാക്കുന്നതിന് പിന്നിൽ ശ്രീമാൻ വി ഡി സതീശനുള്ള മനസ്സാക്ഷിയുള്ള ഒരു എം പിയെ പരാജയപ്പെടുത്താൻ. അല്ല ശ്രീ കൃഷ്ണദാസ്, ഇവിടെ കെ സുരേന്ദ്രൻ ചോദിക്കുന്ന $1 മില്യൺ ക്വസ്റ്റ്യൻ എന്ന് ചോദിക്കുന്ന ചോദ്യം 2024 നടക്കുന്ന പൂരം കലക്കാൻ 2023 കൂടിക്കാഴ്ച, പിന്നെ 2024 പൂരം കലക്കാൻ 2025 കുറുകലത്തെ പറ്റുമോ? അവിടെ നിൽക്കട്ടെ. പൂരം കലക്കിയതിൽ തന്നെ ഈ പറയുന്ന അങ്കിത് അശോകൻ എന്ന് പറയുന്ന ഞാൻ പൂരം റിപ്പോർട്ട് ചെയ്ത ആളാണ്, അവിടെ ഉണ്ടായിരുന്ന ആളാണ്. അവിടെ മനുഷ്യരെ ഭ്രാന്താക്കി ആട്ടി ഓടിച്ച് വെറുപ്പിച്ച അങ്കിത് അശോകൻ എന്ന് പറയുന്ന ആളെ ആദ്യം സസ്പെൻഡ് ചെയ്തില്ല. ആരും ചോദിച്ചില്ല എന്തുകൊണ്ട് സസ്പെൻഡ് ചെയ്തില്ല. മാധ്യമ വാർത്ത വരുമ്പോൾ മാസങ്ങൾക്ക് ശേഷം സസ്പെൻഡ് ചെയ്യുന്നു. സ്ഥലം മാറ്റുന്നു. സ്ഥലം മാറ്റി കൃത്യം ഒരൊറ്റ മാസം പൂർത്തിയായില്ല, അതിനു മുമ്പ് കൊടുത്തു. ക്രൈംബ്രാഞ്ച് ഇന്റലിജൻസ് അവരുടെ ഒരു വിങ്ങിൻ്റെ ടെക്നിക്കൽ വിങ്ങിൻ്റെ SP ഒരു നടപടി ഒന്നും ഉണ്ടായിട്ടില്ല. റിപ്പോർട്ട് അന്വേഷിക്കുമെന്ന് പറഞ്ഞു, അന്വേഷണമില്ല, റിപ്പോർട്ടില്ല. BJPക്ക് പരാതിയില്ല, CPMന് പരാതി. പാവം സുനിൽകുമാർ ചോദിച്ചോണ്ട് പുറമെ നടക്കാം, റിപ്പോർട്ടോടെ സർക്കാരെ. ഈ പൊളിറ്റിക്കൽ ക്ലൗട്ട് നിൽക്കുമ്പോഴാണല്ലോ ADGP എന്തിനാണ് രഹസ്യമായി 2 തവണ ഇവരെ പോയി കാണുന്ന ചർച്ച ഉണ്ടാകുന്നത്. അതിന് രാഷ്ട്രീയ മറുപടി പറയാൻ നിൽക്കും ബാധ്യസ്ഥമാണ്. ഹാഷ്മി, ഇതേ സുനിൽകുമാറിൻ്റെ പാർട്ടിയുടെ മന്ത്രിയായിട്ടുള്ള ശ്രീമാൻ രാജൻ, അദ്ദേഹമല്ലേ ആ പൂരത്തിൻ്റെ മുഴുവൻ കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് ആ പൂരപ്പറമ്പിലുണ്ടായിരുന്ന ഹാഷ്മിയോട് റിപ്പോർട്ട് ചെയ്ത ഒരാളല്ലേ? ഇതേ സുനിൽകുമാർ അവിടെ തന്നെ ഇല്ലേ? പൂരവുമായി ബന്ധപ്പെട്ടുള്ള സമയത്ത് അവിടെ തന്നെ ഇല്ലേ? ഇനി ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ. അന്ന് രാത്രി സുനിൽകുമാർ ഈ ശ്രീമൂല സ്ഥാനത്ത് മുണ്ടും മടക്കി കുത്തി 2 സഖാക്കളുമായി അത്രയധികം പാനിക്കായ സ്ഥലത്തേക്ക് ഒരു മുണ്ടും മടക്കി കുത്തിയെത്തി സുനിൽകുമാർ. അവിടെ നിന്നു ശ്രീമൂല സ്ഥാനത്ത് നിന്നുകൊണ്ട് അവിടെ കളക്ടർ അടക്കം ജില്ലാ മേധാവികളടക്കം പോലീസ് അടക്കം അവിടെ നിന്നിട്ട് സുനിൽകുമാർ ചർച്ചയ്ക്ക് ഒരു കൂട്ടരെ വിളിച്ചു. ആ കൂട്ടർ സുരേഷ് ഗോപിക്ക് വേണ്ടി കാത്തിരുന്നു. കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരും അല്പ ദിവസങ്ങൾക്ക്. പോട്ടെ, അതിലേക്ക് പോകേണ്ട സമയമില്ലാത്തതുകൊണ്ടാണ്. ഹാഷ്മി, അല്ലല്ല, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ ഹാഷ്മി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പൂരം പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ തന്നെ ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടല്ലോ. ആ കേസ് പെൻഡിംഗ് അല്ലേ? സർക്കാർ എന്താ റിപ്പോർട്ട് കൊടുക്കാത്തത്? സുനിൽകുമാറിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ തന്നെ ഒരു മന്ത്രിയിലെ അവിടെ നേതൃത്വം കൊടുത്തുകൊണ്ടുണ്ടായിരുന്നത്. എന്താ നടപടി എടുക്കാത്തത്? എന്താ അതുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നടപടി എടുക്കാത്തത്? സുനിൽകുമാറിന് ഈ സർക്കാരിൽ ഒരു സ്വാധീനവും ഇല്ലാന്നാണോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത്? സുനിൽകുമാർ 1ാം സർക്കാരിൽ മന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയിൽപ്പെട്ടിട്ടുള്ള ആളാണ് അവിടെ നിന്നുള്ള മറ്റൊരു മന്ത്രി. അപ്പോൾ അദ്ദേഹത്തിനൊന്നും യാതൊരു ബന്ധവുമില്ല, അദ്ദേഹത്തിന് ഇതൊന്നും യാതൊരു അറിവുമില്ല. ഇതെല്ലാം BJP ആ പൂരത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നമുണ്ടായതിന് സുരേഷ് ഗോപി വന്ന ചർച്ച നടത്തിയാൽ എന്താ പ്രശ്നം? കാഴ്മി, സകല റോഡും അന്ന് രാത്രി ഒരാളെയും അകത്തേക്ക് കടക്കാത്ത സകല റോഡും ഒന്നല്ല, ഒരു നിരയല്ല, 2-3 നിര കൂറ്റൻ ബാരിക്കേഡ് വെച്ച് സകല റോഡും ചുറ്റിക്കെട്ടി. ആ ചുറ്റിക്കെട്ട റോഡിൽ കൂടെ BJPയുടെ സ്ഥാനാർത്ഥി മാത്രം ഒരു സേവാഭാരതി ആംബുലൻസിൽ അങ്ങോട്ടേക്ക് വന്നു. അവിടെ B ഗോപാലകൃഷ്ണനും വത്സൻ തില്ലങ്കേരി അടക്കമുള്ളവർ ബാരിക്കേഡ് മാറ്റി അവർക്ക് മാത്രം പ്രവേശനം കിട്ടുന്നു. ചോദ്യങ്ങളല്ലേ? എങ്ങനെയാണ് ഇത് ഒരു BJP സ്ഥാനാർത്ഥിക്ക് മാത്രം വന്ന് പ്രശ്നം പരിഹരിച്ചു വന്ന് അന്തരീക്ഷം ഉണ്ടാക്കാനുള്ള അവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ള കാര്യം അതിന് റിപ്പോർട്ട് വരണം. റിപ്പോർട്ടിന് അന്വേഷണം നടക്കണ്ടേ? BJP നേതാക്കൾക്കും ഹിന്ദു ഐക്യവേദി നേതാക്കന്മാർക്കും അവിടെ മാത്രമല്ലെന്നേ, ശബരിമലയിൽ പ്രശ്നം ഉണ്ടായിരുന്നപ്പോഴും അവരവിടെ ഉണ്ടായിരുന്നു. ഈ സംസ്ഥാനത്ത് ഏതെങ്കിലും തരത്തിലുള്ള ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അവിടെ മാത്രമല്ലല്ലോ. അടുത്ത സംശയം ചില പത്രങ്ങൾ എഴുതുന്നുണ്ട്. ശബരിമലയിൽ ഇത്തരത്തിൽ കലാപമുണ്ടാക്കാൻ നീക്കം നടത്തിയ ആളുടെ പേര് MR അജിത് കുമാർ ആണെന്നും അവിടെ വത്സൻ തില്ലങ്കേരിക്ക് പോലീസിനെ മയക്ക് കൊടുത്തത് ഇതേ ഉദ്യോഗസ്ഥനാണെന്നും അവിടെ ആവശ്യത്തിന് പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കാത്ത കാര്യങ്ങൾ വഷളാക്കിയത് ഇതേ അജണ്ടയുടെ പ്രകാരമാണെന്നുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ഇപ്പോൾ ഏതോ പത്രത്തിൽ. അടുത്ത അതാ ഹാഷ്മി, അജിത് കുമാർ കേരളത്തിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഒരു ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വം CPMൽ നിന്ന് മാറ്റി, സർക്കാരിൽ നിന്ന് മാറ്റി, മുഖ്യമന്ത്രിയിൽ നിന്ന് മാറ്റി, അതെല്ലാം BJPക്കാണ് എന്ന് പറയാനുള്ള നിങ്ങളുടെ വ്യഗ്രത അതെനിക്ക് മനസ്സിലാവും. മറ്റൊരു ശ്രീ കൃഷ്ണദാസ്, ഇപ്പൊ അങ്ങ് തന്നെ ഈ ശബരിമലയിൽ വത്സൻ തില്ലങ്കേരിയൊക്കെ എത്തിയ സാഹചര്യം പറയുകയുണ്ടായല്ലോ. അവിടെ ആ ഗ്രന്ഥം പൂട്ടണ്ട, അതൊരു സുവർണാവസരമായി കണ്ടത് ആരാണ് എന്നതും കേരളം കേട്ടതാണ്. അല്ലല്ല, അതൊരു സുവർണാവസരമായി എടുക്കണമെന്ന് പറഞ്ഞത് ആരായിരുന്നു? PS ശ്രീധരൻപിള്ളയാണ്. നിങ്ങൾ ഈ പൂരം കലക്കിയതും ഒരു സുവർണാവസരം മുന്നിൽ കണ്ടുകൊണ്ടല്ല എന്ന് ആര് കണ്ടു?